ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പുതിയൊരു ലോൺ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. തുടക്കം തന്നെ പറയാം, ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. സോ എല്ലാവരും എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ട്. കാരണം എനിക്ക് മാത്രം ഒരുപാട് ലോൺ അപ്രൂവ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. സോ എനിക്ക് ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി എന്ന് തുടക്കം തന്നെ പറയാം. എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ലെന്ന് അറിയാനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ പലരും സിബിലിനെ പറ്റി ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എത്ര സിബിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആവണമെന്നൊരു നിർബന്ധമില്ല. ഇനി സിബിൽ ഇല്ലെങ്കിൽ ലോൺ കിട്ടാതിരിക്കണമെന്നില്ല. സോ നിങ്ങൾക്ക് കിട്ടില്ലെന്ന് അറിയാനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതാണ് ലോൺ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ. സോ ഇന്ന് പുതുതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് തെസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണിത്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. RBI അപ്രൂവ്ഡ് NBFC വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഫിനഗൾ ഫൈനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ NBFC ആണ്. അവരുടെ രജിസ്റ്റർ നെയിം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് 5000 തൊട്ട് 2.5 ലക്ഷം രൂപ വരെയാണ്. ഇൻട്രസ്റ്റ് നമുക്ക് 1% തൊട്ട് 3% വരെ മന്ത്ലി വരും. അത് ഡിപ്പെൻഡ്സ്, നിങ്ങൾക്ക് അപ്രൂവ് ആവുന്ന അനുസരിച്ചിരിക്കും. ടെന്യൂർ നമുക്ക് 3 മന്ത് തൊട്ട് 60 മന്ത് വരെയാണ് വരുന്നത്. അതായത് 5 വർഷം വരെയുള്ള കാലയളവിൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. പ്രോസസിംഗ് ഫീസ് അപ് ടു 5% പ്ലസ് GST ആണ് വരുന്നത്. പിന്നെ കൺവേർഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് 2% പ്ലസ് GST കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ലോൺ എടുക്കാനായിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 21 വയസ്സിന് മേളിൽ പ്രായം വേണം. 58 വയസ്സിന് താഴെ വരാനേ പാടുള്ളൂ. പിന്നെ മന്ത്ലി ഇൻകം 18,000 മേളിൽ വേണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് ആധാർ കാർഡ്, അതേപോലെ തന്നെ പാൻ കാർഡ്, പിന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വേണ്ടി വരും. ലാസ്റ്റ് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം പ്രൂഫായിട്ട് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോൺ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയത് ജനുവരി 2026 സോ പുതുതായിട്ട് ലോഞ്ച് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. അതായത് ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കിയ ഡീറ്റെയിൽസ് നിങ്ങൾ കാണിച്ചു തരാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിൽ വരും. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അവിടെ ഇതുപോലെ മൊബൈൽ നമ്പർ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. ജസ്റ്റ് ഇവിടെ മൊബൈൽ നമ്പർ OTP കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അക്കൗണ്ട് ക്രിയേഷൻ, പ്രൊഫൈൽ സെറ്റപ്പ്, KYC വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു വരും. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറും പാൻ കാർഡിലുള്ള ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഈ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറയും. അത് കൊടുത്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് ചോദിക്കും. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യത്തില്ല. സാലറിഡ് ആണെങ്കിൽ മാത്രമേ ലോൺ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ശേഷം സാലറി മോഡും ലോൺ പർപ്പസും മന്ത്ലി ഇൻകം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ട് മുന്നോട്ട് പോവുക. ശേഷം അടുത്ത പേജിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്, ഡെസിഗ്നേഷൻ, പിൻകോഡ്, സ്റ്റേറ്റ് പോലുള്ള കമ്പനി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾ സാലറി ഡേറ്റ് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ സെൽഫി ആഡ് ചെയ്യാനാണ് പറയുന്നത്. സെൽഫി കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. ആധാറായിട്ട് ലിങ്ക് ഇരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അങ്ങനെ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലോൺ അപ്രൂവൽ എന്ന് പറഞ്ഞ ലാസ്റ്റ് സ്റ്റെപ്പിലാണ്. അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യാനായിട്ട് പറയും. ഒന്നുകിൽ അക്കൗണ്ട് അഗ്രിഗേറ്റർ വഴിയോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ട് അക്കൗണ്ട് അഗ്രിഗേറ്റർ വഴി ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് കൊടുത്ത് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യും. എനിക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ഇതുപോലെ റിജക്റ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഞാനൊരു സാലറിഡ് എംപ്ലോയി അല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് റിജക്ഷൻ വന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് സാലറിഡ് എംപ്ലോയി ആണ്, ബാങ്കിലായിട്ട് സാലറി ഒക്കെ മേടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അപ്രൂവൽ കിട്ടുമായിരിക്കും. സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആൾ അപ്ലൈ ചെയ്ത ആർക്കെങ്കിലും അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ലോൺ കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ജെന്യുവിനായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം ലോൺ എടുക്കാനായിട്ട്. 21 വയസ്സിനും 58 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രൈ നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.